ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ലഞ്ച് ബോക്സാണ് ചെയ്യണത്. ഉരുളക്കിഴങ്ങ് ചോറ്. അതിനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം കേട്ടോ. അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് എല്ലാം ഒന്ന് പോകാനായിട്ടാണ് 3-4 ടൈം നമ്മളൊന്ന് കഴുകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരത്തേക്കും നിങ്ങളത് കഴുകി എടുക്കണം കേട്ടോ. ഞാൻ വേറൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അതിലോട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ ഞാൻ ഒരല്പം ജീരകം ചേർക്കുന്നുണ്ട്. ജീരകമൊക്കെ ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് കപ്പലണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് പരിപ്പൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ സവാള, ഒരു മീഡിയം സൈസ് സവാളേൻ്റെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിന് നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുത്തതാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല ഇതായിട്ട് കിട്ടണം കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ശകലം കുരുമുളക് പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിനോടൊപ്പം പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് കുക്കായി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിന് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഏത് ടൈപ്പ് ചോറാണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലോട്ട് തന്നെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. Thank you.